വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 29-ാം അധ്യായം. ഫിലിസ്ത്യക്കാർ തങ്ങളുടെ സൈന്യങ്ങളെ മുഴുവൻ അഫക്കിൽ ഒരുമിച്ച് കൂട്ടി. ഇസ്രായേൽക്കാർ ജസ്രയേലിലുള്ള ഐനിയിലാണ് പാളയമടിച്ചത്. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 100കളായും 1000ങ്ങളായും മുന്നേറുന്നുണ്ടായിരുന്നു. ദാവീദും അവന്റെ ആളുകളും അക്കീഷിനോടൊത്ത് പിൻനിരയിലാണ് മുന്നേറിയത്. അപ്പോൾ ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ ചോദിച്ചു, ഈ ഹെബ്രായർ ഏതാണ്? അക്കീഷ് ഫിലിസ്ത്യക്കാരുടെ അധിപന്മാരോട് പറഞ്ഞു, ഇത് ദാവീദല്ലേ, ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ദാസൻ. ഈ നാളുകളിൽ അഥവാ ഈ വർഷങ്ങളിൽ അവൻ എന്നോടൊത്തുണ്ടായിരുന്നു. അവന്റെ പതനത്തിന്റെ നാൾ മുതൽ ഇന്നുവരെ അവനെതിരായി ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ അവനെതിരെ കോപിഷ്ഠരായി. ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ അയാളോട് പറഞ്ഞു, അവനെ നീ തിരിച്ചയക്കുക. നീ അവന് നിയോഗിച്ചു നൽകിയിട്ടുള്ള സ്ഥലത്തേക്ക് അവൻ മടങ്ങട്ടെ. യുദ്ധരംഗത്ത് അവൻ നമുക്ക് പ്രതിയോഗിയാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് അവൻ യുദ്ധത്തിനിറങ്ങരുത്. ഇവിടത്തുകാരുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനന് സംപ്രീതി പാത്രമാകുക? സാവൂൾ തൻ്റെ 1000ങ്ങളെ പ്രഹരിച്ചു, ദാവീദാകട്ടെ തൻ്റെ 10,000ങ്ങളെയും എന്ന് തങ്ങളുടെ നർത്തനങ്ങളിൽ അവർ സംഘഗാന വിഷയമാക്കിയ ദാവീദ് ഇവനല്ലേ? അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണേ, തീർച്ചയായും നീ സത്യസന്ധനാണ്. പാളയത്തിൽ എന്നോടുകൂടെയുള്ള നിന്റെ പുറപ്പാടും വരവും എൻ്റെ ദൃഷ്ടികളിൽ തൃപ്തികരമായിരുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും നിശ്ചയമായും ഞാൻ നിന്നിൽ ഒരു തിന്മയും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാരുടെ ദൃഷ്ടികളിൽ നീ നല്ലവനല്ല. ആകയാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദൃഷ്ടികളിൽ അനിഷ്ടമുണ്ടാകാതിരിക്കാൻ നീ ഇപ്പോൾ സമാധാനത്തിൽ മടങ്ങിപ്പോവുക. അപ്പോൾ ദാവീദ് അക്കീഷിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരുന്ന നാൾ മുതൽ ഇന്നുവരെ നിന്റെ ദാസനിൽ എന്താണ് നീ കണ്ടുപിടിച്ചത്? അക്കീഷ് മറുപടിയായി ദാവീദിനോട് പറഞ്ഞു, എൻ്റെ ദൃഷ്ടികളിൽ നീ ഒരു ദൈവദൂതനെ പോലെ നല്ലവനാണെന്ന് എനിക്കറിയാം. ഫിലിസ്ത്യക്കാരുടെ അധിപന്മാർ മാത്രം അവൻ ഞങ്ങളോടൊത്ത് യുദ്ധരംഗത്ത് കയറി വരരുത് എന്നാണ് പറയുന്നത്. ആകയാൽ നീ പ്രഭാതത്തിൽ നേരത്തെ ഉണരുക. ഒപ്പം നിന്നോടൊപ്പം വന്ന നിന്റെ യജമാനന്റെ ദാസന്മാരും. നിങ്ങൾ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് നിങ്ങൾക്ക് വെട്ടം വീണിരിക്കുമ്പോൾ പോകുവിൻ. പ്രഭാതത്തിൽ യാത്രയാകുന്നതിനും ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങുന്നതിനുമായി ദാവീദും അവന്റെ ആളുകളും നേരത്തെ ഉണർന്നു. ഫിലിസ്ത്യക്കാർ ജസ്രയേലിലേക്കും കയറിപ്പോയി. സാമുവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കുകാർ നെഗബിലേക്കും സിക്ലാഗിലേക്കും മിന്നലാക്രമണം നടത്തിയിരുന്നു. അവർ സിക്ലാഗ് ആക്രമിച്ച് അഗ്നിക്കിരയാക്കി. അതിലുണ്ടായിരുന്ന ചെറിയവരും വലിയവരുമായ സ്ത്രീകളെ അവർ തടവുകാരാക്കി. ആരെയും കൊല്ലാതെ തങ്ങളുടെ വഴിക്ക് അവരെ നയിച്ച് യാത്രയായി. ദാവീദും അവന്റെ ആൾക്കാരും നഗരത്തിലെത്തിയപ്പോൾ ഇതാ അത് അഗ്നിക്കിരയാക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ഭാര്യമാരും പുത്രീപുത്രന്മാരും തടവിലാക്കപ്പെട്ടിരിക്കുന്നു. കരയാൻ തങ്ങളിൽ ശക്തിയില്ലാതാകും വരെ ദാവീദും അവനോടൊത്തുണ്ടായിരുന്ന ജനവും സ്വരമുയർത്തി കരഞ്ഞു. ദാവീദിന്റെ ഭാര്യമാർ 20 ജസ്രയേൽക്കാരി അഹിനോവാമും കാർമെൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗായിലും തടവുകാരാക്കപ്പെട്ടിരുന്നു.
തന്നെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞത് ദാവീദിന് വളരെ സമ്മർദ്ദമുളവാക്കി. കാരണം ജനം മുഴുവൻ വ്യക്തിപരമായി തങ്ങളുടെ പുത്രീപുത്രന്മാരെക്കുറിച്ച് ആത്മതിക്തതയിലായിരുന്നു. ദാവീദാകട്ടെ തൻ്റെ ദൈവമായ കർത്താവിൽ കരുത്തു തേടി. അഹിമേലെക്കിന്റെ മകനും പുരോഹിതനുമായ അബിയാഥറിനോട് ദാവീദ് പറഞ്ഞു, എനിക്കായി എഫോദ് കൊണ്ടുവരിക. അബിയാഥർ ദാവീദിന്റെ അടുക്കൽ എഫോദ് കൊണ്ടുവന്നു. ദാവീദ് കർത്താവിനോട് ഇപ്രകാരം ആരാഞ്ഞു, ഞാൻ ഈ കവർച്ചാ സംഘത്തെ പിന്തുടരണമോ? ഞാൻ അവരെ മറികടക്കുമോ? അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, പിന്തുടരുക. തീർച്ചയായും നീ അനായാസം മറികടന്ന് സ്വജനത്തെ പൂർണ്ണമായും മോചിപ്പിക്കും. ദാവീദും അവനോടൊത്തുണ്ടായിരുന്ന 600 പേരും യാത്ര തിരിച്ച് ബസോർ താഴ്വര വരെ എത്തി. മിച്ചമുള്ളവർ നിന്നിട്ട് പരിക്ഷീണിതരായ 200 പേർ ബസോർ താഴ്വര കടക്കുന്നതിൽ നിന്ന് മാറി നിന്നിട്ട് ദാവീദും 400 പേരുമാണ് പിന്തുടർന്നത്. അവർ ഒരു ഈജിപ്തുകാരനെ വിജനപ്രദേശത്ത് കണ്ടെത്തി അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ അപ്പം കൊടുത്തപ്പോൾ അവൻ ഭക്ഷിച്ചു. അവർ അവന് വെള്ളം കുടിക്കാൻ നൽകുകയും ചെയ്തു. അത്തിപ്പഴം കൊണ്ടുള്ള അടയുടെ ഒരു കഷ്ണവും 2 ഉണക്ക മുന്തിരി അപ്പവും അവർ അവന് കൊടുത്തു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവനിലേക്ക് അവൻ്റെ ചൈതന്യം തിരിച്ചെത്തി. 3 പകലും രാത്രിയും അവൻ അപ്പം കഴിച്ചിട്ടില്ലായിരുന്നു, വെള്ളം കുടിച്ചിട്ടുമില്ലായിരുന്നു. ദാവീദ് അവനോട് ചോദിച്ചു, നീ ആരുടേതാണ്? എവിടെ നിന്നുള്ളവനാണ് നീ? അവൻ പറഞ്ഞു, ഒരു അമലേക്കുകാരൻ്റെ ഭൃത്യനായ ഈജിപ്തുകാരൻ യുവാവാണ് ഞാൻ. 3 ദിവസമായി ഞാൻ രോഗിയായതിനാൽ എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു. ക്രേത്തുകാരുടെ നഗബിലും യൂദായ്ക്കുള്ള ഇടത്തിലും കാലബിൻ്റെ നഗബിലും ഞങ്ങൾ മിന്നലാക്രമണം നടത്തി. സിക്ലാഗ് ഞങ്ങൾ അഗ്നിക്കിരയാക്കി. ദാവീദ് അവനോട് ചോദിച്ചു, ആ കവർച്ചാ സംഘത്തിൻ്റെ അടുക്കലേക്ക് നിനക്ക് എന്നെ ഇറക്കിക്കൊണ്ടു പോകാമോ? അവൻ പറഞ്ഞു, താങ്കൾ എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കുകയില്ലെന്നും ദൈവത്തെ കൊണ്ട് എന്നോട് സത്യം ചെയ്താൽ ഞാൻ താങ്കളെ ആ കവർച്ചാ സംഘത്തിൻ്റെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടു പോകാം. അയാൾ അവനെ ഇറക്കിക്കൊണ്ടു പോയപ്പോൾ ഇതാ അവർ ദേശോപരിതലം മുഴുവൻ വ്യാപിച്ചിരിക്കുകയായിരുന്നു. അവർ ഫിലിസ്ത്യ ദേശത്തു നിന്നും യൂദാ നാട്ടിൽ നിന്നും പിടിച്ചെടുത്ത വൻ കൊള്ളശേഖരമെല്ലാം കൊണ്ട് തിന്നുകയും കുടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു. വൈകുന്നേരം മുതൽ പിറ്റേനാൾ സന്ധ്യ വരെ ദാവീദ് അവരെ ആക്രമിച്ചു. ഒട്ടകങ്ങളുടെ മേൽ സവാരി ചെയ്ത് ഓടിപ്പോയ 400 യുവ പൗരഗണമൊഴികെ അവരിൽ നിന്ന് മറ്റാരും രക്ഷപ്പെട്ടില്ല. അമലേക്കുകാർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് മോചിപ്പിച്ചു. അവർക്കൊന്നും തന്നെ പുത്രീപുത്രന്മാരും കൊള്ള മുതലും വരെ ചെറുതും വലുതുമായി അവർ സ്വന്തമാക്കിയിരുന്നതൊന്നും തന്നെ നഷ്ടമായില്ല. ദാവീദ് സർവ്വതും തിരിച്ചു പിടിച്ചു. ആടുമാടുകളെല്ലാം ദാവീദ് എടുത്തു. ആ കന്നുകാലി കൂട്ടത്തിനു മുമ്പേ നടന്ന് അവയെ തെളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇത് ദാവീദിന്റെ കൊള്ളവസ്തുവാണ്. ദാവീദിന്റെ പിന്നാലെ പോകുന്നതിൽ നിന്ന് പരിക്ഷീണിതരായി മാറിയവരും ബസോർ താഴ്വരയിൽ അവർ ഇരുത്തിയവരുമായ 200 പേരുടെ അടുക്കലേക്ക് ദാവീദ് ചെന്നു. അവർ ദാവീദിനെ എതിരേൽക്കാനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനത്തെ എതിരേൽക്കാനുമായി പുറപ്പെട്ടു. ദാവീദ് ജനത്തെ സമീപിച്ച് അവരോട് ക്ഷേമാന്വേഷണം നടത്തി. ദാവീദിനോടൊപ്പം നടന്ന ആളുകളിൽ നിന്ന് ദുഷ്ടരും കൊള്ളരുതാത്തവരുമായ ഓരോരുത്തർ പ്രതികരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, അവർ നമ്മോടൊത്തു പോരാതിരുന്നതിനാൽ നാം തട്ടിയെടുത്ത കൊള്ളവസ്തുവിൽ അല്പവും അവർക്ക് സംലഭ്യമാക്കരുത്. പക്ഷേ ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, കർത്താവ് നമുക്ക് നൽകിയതുകൊണ്ട് നിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കരുത്. അവിടുന്നാണ് നമ്മെ സംരക്ഷിച്ചതും
നമുക്കെതിരെ വന്ന കൊള്ളസംഘത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതും? ഇക്കാര്യത്തിന് ആര് നിങ്ങൾക്ക് ചെവി തരും? യുദ്ധത്തിലിറങ്ങുന്നവന്റെ ഓഹരി എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും ഭാണ്ഡങ്ങൾക്കടുത്തിരിക്കുന്നവന്റെ ഓഹരിയും. അവർ ഒരുമിച്ച് അവ പങ്കുവെക്കണം. അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേലിന് അത് ഒരു ചട്ടവും നടപടിയുമായി അവർ വ്യവസ്ഥ ചെയ്തു. ദാവീദ് സിക്ലാഗിലെത്തി. കൊള്ളവസ്തുവിൽ കുറച്ച് തൻ്റെ സ്നേഹിതരായ യൂദായിലെ ശ്രേഷ്ഠന്മാർക്ക്, ഇതാ കർത്തൃവൈരികളുടെ കൊള്ളവസ്തുവിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തയച്ചു. അത് ബഥേലിലുള്ളവർക്കും റാമോത്ത് നഗബിലുള്ളവർക്കും യത്തീറിലുള്ളവർക്കും അരോവറിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എഷ്തെമോവായിലുള്ളവർക്കും റാക്കലിലുള്ളവർക്കും ജറാമേലി നഗരങ്ങളിലുള്ളവർക്കും കേനി നഗരങ്ങളിലുള്ളവർക്കും ഹൊർമായിലുള്ളവർക്കും ബൊറാഷാനിലുള്ളവർക്കും അത്താക്കിലുള്ളവർക്കും ഹെബ്രോണിലും ദാവീദും അവൻ്റെ ആളുകളും അലഞ്ഞുതിരിഞ്ഞ എല്ലാ സ്ഥലങ്ങളിലുമുള്ളവർക്കും ആയിരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം. അവൾ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കരുത്തോടെ വ്യാപിക്കുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ അവളെ സ്നേഹിക്കുകയും എൻ്റെ യൗവനം മുതൽ അന്വേഷിക്കുകയും ചെയ്തു. എനിക്ക് വധുവായിരിക്കാൻ ഞാൻ അവളെ തേടി. ഞാൻ അവളുടെ സൗന്ദര്യത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തോടൊത്തു ജീവിച്ചുകൊണ്ട് തനിക്കുള്ള കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിൻ്റെയും നാഥൻ അവളെ സ്നേഹിച്ചു. അവൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പ്രാരംഭകയാണ്, അവിടുത്തെ പ്രവൃത്തികളുടെ തിരഞ്ഞെടുപ്പുകാരിയും. ധനം ജീവിതത്തിൽ അഭികാമ്യമായ സമ്പാദ്യമാണെങ്കിൽ സർവവും നിവർത്തിക്കുന്ന ജ്ഞാനത്തിലുപരി എന്ത് ധനമാണുള്ളത്? വിവേകം പ്രവർത്തനക്ഷമമാണെങ്കിൽ ഉണ്മയായിരിക്കുന്നവയിൽ അവളെക്കാൾ മെച്ചപ്പെട്ട വിരചിതാവ് ആരുണ്ട്? നീതിയെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവളുടെ പ്രയത്നങ്ങൾ പുണ്യങ്ങളാണ്. തീർച്ചയായും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. മനുഷ്യർക്ക് ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി മറ്റൊന്നില്ല. മാത്രമല്ല, ഒരുവൻ വിപുലമായ അനുഭവജ്ഞാനം ഇച്ഛിക്കുന്നെങ്കിൽ അവൾക്ക് ഭൂതകാല കാര്യങ്ങൾ അറിയാം. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൾ അനുമാനിക്കുന്നു. മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾ മനസ്സിലാക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും പരിണിത ഫലങ്ങളും. അതുകൊണ്ട് ഒന്നിച്ചു ജീവിക്കാനായി അവളെ എന്നിലേക്ക് ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം അവൾ എനിക്ക് നന്മകളുടെ ഉപദേശകയും വ്യഗ്രതകളിലും ദുഃഖത്തിലും പ്രോത്സാഹകയും ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം ജനക്കൂട്ടത്തിനിടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ബഹുമതിയും ഉണ്ടാകും. ന്യായം വിധിക്കുന്നതിൽ ഞാൻ സൂക്ഷ്മതയുള്ളവനായി കാണപ്പെടും. ഭരണാധികാരികളുടെ മുന്നിൽ വെച്ച് ഞാൻ പ്രശംസിക്കപ്പെടും. ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ എനിക്കായി കാത്തു നിൽക്കും. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും. അവൾ മൂലം എനിക്ക് അമർത്യത ഉണ്ടാകും. എൻ്റെ പിന്നാലെ വരുന്നവരിൽ നിത്യമായ ഒരു സ്മരണ ഞാൻ അവശേഷിപ്പിക്കും. ഞാൻ ജനപദങ്ങളെ ഭരിക്കും. ജനതകൾ എനിക്ക് അധീനമാക്കപ്പെടും. ഭീകരരായ സ്വേച്ഛാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും. ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ നല്ലവനായി കാണപ്പെടും, യുദ്ധത്തിൽ ധീരനും. എൻ്റെ വീട്ടിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഞാൻ അവളുടെ സമീപത്ത് വിശ്രമിക്കും. എന്തെന്നാൽ അവളുടെ സംസർഗം കയ്പുള്ളതോ അവളുടെ സഹവാസം ദുഃഖപൂരിതമോ അല്ല, മറിച്ച് ആഹ്ലാദപൂർണവും ആനന്ദകരവുമാണ്. ഞാൻ തന്നെ ഇവയെല്ലാം പരിഗണിക്കുകയും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ജ്ഞാനവുമായുള്ള ബന്ധത്തിലാണ് അമർത്യത. അവളുടെ മൈത്രിയിൽ ആനന്ദകരമായ നന്മയും അവളുടെ കരങ്ങളുടെ പ്രയത്നങ്ങളിൽ അക്ഷയ സമ്പത്തും
അവളോടൊത്തുള്ള പരിശീലനത്തിൽ വിവേകവും അവളുടെ വാക്കുകളുടെ സംസർഗത്തിൽ യശസ്സും ഉള്ളതിനാൽ അവളെ സ്വന്തമാക്കേണ്ടതിന് ഞാൻ അവളെ തേടി അലഞ്ഞു. ബാല്യം മുതലേ ഞാൻ അനുഗ്രഹീതനായിരുന്നു. നന്മ നിറഞ്ഞ ഒരാത്മാവിനെ എനിക്ക് ലഭിച്ചിരുന്നു. കൂടാതെ ഞാൻ നല്ലവനായിരുന്നതിനാൽ ശുദ്ധമായ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരുന്നു. ദൈവം നൽകുന്നില്ലെങ്കിൽ എനിക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകില്ലെന്ന് ഞാൻ അറിഞ്ഞു. അത് ആരുടെ ദാനമാണെന്ന് അറിയുന്നത് തന്നെ വിവേകത്തിൻ്റെ ലക്ഷണമായിരുന്നു. ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയും അവിടത്തോട് യാചിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാ